नमस्ते सभी को एक नए वीडियो में स्वागत है। आज हम वसंत कक्षा 8 के तीसरा पाठ बस की यात्रा पढ़ने जा रहे हैं। इसकी रचयिता श्री हरिशंकर परसाई है। श्री हरिशंकर परसाई हिंदी के प्रसिद्ध लेखक एवं व्यंग्यकार साहित्यकार है। वे हिंदी के पहले व्यंग्यकार माने जाते हैं। इसकी रचनाओं में सामाजिक വാസ്തവികത को दर्शाया है। നമ്മൾ 8ാം ക്ലാസ്സിലെ ബസ് की യാത്രയാണ് പഠിക്കാൻ പോകുന്നത്. അത് എഴുതിയിരിക്കുന്നത് ശ്രീ ഹരിശങ്കർ പ്രസായിയാണ്. അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിലെ ഒരു എഴുത്തുകാരനും വ്യംഗ്യകാരനായ സാഹിത്യകാരനാണ്. അതായത് കോമഡിയിലൂടെ സാമൂഹിക പ്രശ്നങ്ങളെ തൻ്റെ രചനയ്ക്ക് ആസ്പദമാക്കി എഴുതിയ കലാകാരനാണ്. വേ ഹിന്ദി के पहले व्यंग्यकार है. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യത്തെ തന്നെ വ്യംഗ്യകാരനാണ് അദ്ദേഹം. ഇൻകി രചനായേം സാമാജിക് വാസ്തവികതക്കോ ദർശാനെ വാലാ ഹെ. അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം തന്നെ സമൂഹത്തിലെ യഥാർത്ഥ ചിത്രത്തെയാണ് വരച്ച് കാണിക്കുന്നത്. ഉൻകി ഭാഷാ ശൈലി ബഹുത് സരൾ ഔർ ബോധഗമ്യ ഹെ. അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെയേറെ സരളവും നമുക്ക് മനസ്സിലാകുന്നതുമാണ്. കഹാനി പഠത്തെ സമയം ഹമേ അപ്പനെ ബതായെ ഗയെ ബാതോं की കൽപ്പന അച്ചി തരഹ കർ സക്തേ ഹെ. കഥ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ കഥയിൽ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നമുക്ക് സങ്കല്പിക്കാൻ, നമ്മൾ ആ കഥയിലെ പാത്രമാണോ നമുക്കത് അനുഭവിക്കാനായിട്ട് കഴിയും. അത്രയും ബോധഗമ്യമായ മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ബസ് की യാത്ര വ്യംഗ്യ ശൈലി में लिखी हुई एक कहानी യഥാർത്ഥ ചിത്രത്തെയാണ് വരച്ച് കാണിക്കുന്നത്. ഉൻകി ഭാഷാ ശൈലി ബഹുത് സരൾ ഔർ ബോധഗമ്യ ഹെ. അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെയേറെ സരളവും നമുക്ക് മനസ്സിലാകുന്നതുമാണ്. കഹാനി പഠത്തെ സമയം ഹമേ അപ്പനെ ബതായെ ഗയെ ബാതോं की കൽപ്പന അച്ചി തരഹ കർ സക്തേ ഹെ. കഥ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ കഥയിൽ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നമുക്ക് സങ്കല്പിക്കാൻ, നമ്മൾ ആ കഥയിലെ പാത്രമാണോ നമുക്കത് അനുഭവിക്കാനായിട്ട് കഴിയും. അത്രയും ബോധഗമ്യമായ മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ബസ് की യാത്ര വ്യംഗ്യ ശൈലി में लिखी हुई एक कहानी है. ഈ ബസ് की യാത്ര നമുക്ക് പഠിക്കാനുള്ള ബസ് की യാത്ര ഇതുപോലെ വ്യംഗ്യ ശൈലിയിൽ എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. इसमें लेखक और उनके मित्रों को ജബൽപൂർ ജാനാ था. ഇതിനകത്ത് ലേഖകനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ജബൽപൂരിലേക്ക് പോകണമായിരുന്നു. വേ പന്ന സെ സദന കെ ലിയെ ഏക് ശാം വാലി ബസ് പർ യാത്ര കർത്തേ ഹെ. അവർ പന്നയിൽ നിന്ന് സദനയിലേക്ക് ഒരു വൈകുന്നേര ബസ്സിൽ യാത്ര ചെയ്യുന്നു. ഉസ് യാത്രയ്ക്ക് അനുഭവ് ഇസ് കഹാനി മേ ബതായ ഗയാ ഹെ. ആ യാത്രയിലെ അനുഭവങ്ങളാണ് ഈ കഥയിലൂടെ അദ്ദേഹം നമ്മളോട് പറയുന്നത്. കഹാനി സുനിയെ. ബസ് की यात्रा. हम 5 मित्रों ने तय किया कि शाम 4 बजे की बस से चले. ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും കൂടി വൈകുന്നേരത്തെ 4 മണിക്ക് പോകാമെന്ന് തീരുമാനിച്ചു. पन्ना से इसी कंपनी की बस सतना के लिए खंडों भर बाद मिलती है जो जबलपुर की ट्रेन मिला देती है. പന്നയിൽ നിന്ന് സദനയിലേക്ക് ഈ കമ്പനിയുടെ അടുത്ത ബസ് എന്ന് പറയുന്നത് കുറേ മണിക്കൂറുകൾക്ക് ശേഷമാണുള്ളത്. അതുകൊണ്ട് ഇവർക്ക് ജബൽപൂരിൽ നിന്ന് ട്രെയിൻ കിട്ടണം. ആ രൂപത്തിലുള്ള ബസ് കണ്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുബ ഘർ പഹുഞ്ച് ജായേഗെ. രാവിലെ തന്നെ വീട്ടിലെത്തുകയും ചെയ്യും. ഹമ്മേ സെ ദോ കോ സുബ കാം പർ ഹാസിർ ഹോനാ ഥാ. ആ സുഹൃത്തുക്കളിൽ 2 പേർക്ക് ജോലിയിൽ രാവിലെ ഹാജരാകേണ്ടതായിരുന്നു. ഇസ്ലിയെ വാപ്പസി കാ യഹി രാസ്ത അപ്പനാന സെരൂരി ഥാ. അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് ഈ വഴി തന്നെ സ്വീകരിക്കേണ്ടി വന്നു. लोगों ने सलाह दी कि समझदार आदमी इस शाम वाली बस से सफ़र नहीं करते. ആളുകൾ ഞങ്ങളോട് ഉപദേശിച്ചിരുന്നു, അറിവുള്ളവരാരും ഈ ബസ്സിൽ വൈകുന്നേരത്തെ ഈ ബസ്സിൽ യാത്ര ചെയ്യില്ല എന്ന്. ക്യാ രാസ്തമേ ഡാക്കു മിൽത്തേ ഹെ. ഇവരുടെ മനസ്സിൽ ഒരു സംശയം, എന്താ വഴിയിൽ വല്ല കൊള്ളക്കാരുണ്ടോ? നാക്കി ബസ് ഡാക്കിൻ ഹെ. ഇതിന് ബസ്സാണോ പ്രശ്നം? ബസ് കോ ദേക്കാത്തോ ശ്രദ്ധ ഉമട്ട് പടി. ബസ്സിനെ കണ്ടപ്പോൾ തന്നെ ലേഖന സുഹൃത്തുക്കൾക്ക് അവരുടെ മനസ്സിൽ വലിയൊരു ആദരവാണ് തോന്നിയത്. ഖൂബ് വയോവൃദ്ധതി. എന്തുകൊണ്ട് അവർക്ക് ആദരഭാവം തോന്നിയ? വളരെ വയസ്സായ ആളുകളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആദരഭാവം തോന്നില്ല. അതുപോലെ വളരെ പ്രായം ചെന്ന ഒരു ബസ്സായിരുന്നു അത്. സദിയോം കെ അനുഭവക്കെ നിശാൻ ലിയേ ഹുയേ ദേ. അത് ഈ നൂറ്റാണ്ടുകളുടെ അനുഭവം തന്നെ, പതിറ്റാണ്ടുകളുടെ അനുഭവം അവരുടെ ആ ബസ്സിൽ കാണാനുണ്ടായിരുന്നു.
लोग इसलिए इस सफ़र नहीं करना चाहते हैं कि വൃദ്ധാവസ്ഥ में इसे कष्ट होगा. ഒരുപക്ഷെ ആളുകൾ ഈ വയസ്സാം കാലത്ത് ഈ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ആ ബസ്സിന് എത്ര കഷ്ടപ്പാടാണ്, അത് ദുരിതമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ തയ്യാറാകാത്തത്. ഏക് ബസ് പൂജയ്ക്ക് യോഗ്യത, അത് ശരിക്കും പൂജയ്ക്ക് വെക്കേണ്ട സമയമായിരുന്നു, കാരണം അതിൻ്റെ കാലാവധി കഴിഞ്ഞിരുന്നു. ഉസ് പർ സവാർ കൈസെ ഹുവാ ജാ സക്താ ഹൈ, ഈ ബസ്സിൽ എങ്ങനെ യാത്ര ചെയ്യാനാണ് എന്ന് ലേഖൻ ചിന്തിച്ചു. ബസ് കമ്പനിക്ക് ഏക് ഹിസ്സേദാർ ബി ഉസി ബസ് സേ ജാ രഹേ ഥേ, ആ ബസ് കമ്പനിയിലെ ഒരു പാർട്ട്ണറും ആ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ഹംനെ ഉൻസെ പൂച്ച, ഞങ്ങൾ അയാളോട് ചോദിച്ചു, യഹ് ബസ് ചൽത്തി ഭീ ഹൈ, ഈ ബസ് ഓടുമല്ലോ. വഹ് ബോലെ ചൽത്തി ക്യോം നഹി ഹൈ ജി, പിന്നില്ലാതെ എന്തുകൊണ്ട് പോവില്ല, അബി ചലേഗി, ഇപ്പോൾ തന്നെ പോവും. ഹംനെ കഹ വഹി തോ ഹം ദേഖ്നാ ചാഹത്തെ ഹെ, ഈ വണ്ടി ഓടുമില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. अपने आप चलती है यह, പോകുന്നു, ഈ വണ്ടി പോകുന്നോ, ജി അവർ കൈസേ ചലേങ്കി. ആ ബസ്സിൻ്റെ അവസ്ഥ കണ്ടിട്ട് ലേഖനും കൂട്ടുകാർക്കും ഒരു സംശയം തോന്നി, ഈ ബസ് ഓടുകയില്ലേന്ന്, എങ്ങനെ ഓടും, അത്രയ്ക്കും മോശം അവസ്ഥയാണ് ഇതിനെ വരുന്നത്. ഗസബ് ഹോ ഗയ എസി ബസ് അപ്പനെ ആപ്പ് ചലത്തി ഹെ, ഓ എൻ്റെ പൊന്നെ, ഇതൊരു വല്ലാത്ത അനോക്കി. ഗസബ് മീൻസ് വിചിത്രമായൊരു ഇതാണ് ഈ ബസ് ഓടുന്നുള്ളത്. ഹം ആകാ പീച്ചെ കർണയിലേക്ക്, ആ ബസ്സിൻ്റെ അവസ്ഥ കണ്ടിട്ട് അവർ ആകാ പീച്ച കർണ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്, ഇതർ ഉദർ ഭാഗന എന്നർത്ഥമുണ്ട്. അതേപോലെ തന്നെ മനസ്സിൽ ചിന്തകൾ, വേണോ വേണ്ടയോ, കയറണോ വേണ്ടയോ, ഈ ബസ്സിൽ യാത്ര ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ദ്വിവിധ, അതാണ് ആകാ പീച്ച കർണ എന്ന് പറയുന്നത്. ഡോക്ടർ മിത്രനെ കഹ ഡരോ മത് ബസ് അനുഭവി ഹേ, അപ്പോൾ അവരുടെ കൂടെയുള്ള ഡോക്ടർ മിത്ര പറഞ്ഞു, പേടിക്കണ്ട, ബസ് അനുഭവി ഹേ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബസ്സാണ്. നവീൻ ഹവേലി ബസ്സോ സെ ജ്യാദാ വിശ്വസനീയ ഹേ, ആ പുതുപുത്തൻ ബസ്സുകളേക്കാൾ, നവീൻ ഹവേലിക്ക മതലബ് പുതുപുത്തൻ ബസ്സിനേക്കാൾ വളരെ നമുക്ക് വിശ്വസിക്കാം. ഹമേ ബേട്ടോ കി തര പ്യാർ സെ ഗോദ് മേ ലേക്കർ ചലേഗി, നമ്മളെ പുത്രന്മാരെ പോലെ മക്കളെ പോലെ മടിയിലിരുത്തി കൊണ്ടുപോയിക്കോളും, അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. ഹം ബൈറ്റ് ഗയേ ഹേ, ഞങ്ങൾ വണ്ടിയിൽ കയറിയിരുന്നു. ജോ ചോടിനെ ആയതേ വേ ഇസ് തരക് ദേഖ് രഹേ ദേ കി ജൈസെ അന്തിം പിതാ ദേ രഹേ ഹേ, ഇവർ ബസ് സ്റ്റേഷനിൽ എത്തിക്കാനായിട്ട് യാത്രയയപ്പിന് വന്ന ആളുകൾ ഇവരെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. എങ്ങനെയാണ് നോക്കിയിരുന്നത്, ഇസേ ദേഖ് രഹേ ദേ കി അന്തിം പിതാ ദേ രഹേ ഹേ, ഇവർക്ക് അവസാന യാത്രയയപ്പ് നൽകുന്നത് പോലെ ആണ് അവരുടെ നോക്കി നിന്നത്. എന്തുകൊണ്ടാണ്, ഉനക്ക് ആകെ കഹിരഹീതി ആന ജാനാ തോ ലഗാഹി രഹതാഹേ, അവരുടെ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു ആന ജാന, യഹാം ആന കാ മതലബ് കെ ജന്മലേന, ജാന കാ മതലബ് കെ മർ ജാന, അപ്പോൾ ഇവിടെ മരണവും ജനനവും മരണവും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ലഗാഹി രഹതാഹേ, തുടർന്നുകൊണ്ടേയിരിക്കും. ആയാഹേ തോ ജായേഹ, ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. അവർ രാജാ രംഗ് ഫക്കീർ, അതിപ്പോൾ രാജാവാകട്ടെ ദരിദ്രനാവട്ടെ പണ്ഡിതനാവട്ടെ ആരായാലും, ഫക്കീർ കാ മതലബ് ഹേ പണ്ഡിത്. ആത്മീക്കോ കൂജ് കർണയ്ക്കലി ഏക്ക് നിമിത്തം ഹോത്താഹെ, എല്ലാവർക്കും മരണപ്പെടാനായിട്ട്, കൂജ് കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടെടുത്തിയാടാനായിട്ട്, മരണത്തിലേക്ക് പോകാനായിട്ട് ഒരു കാരണമുണ്ടാകും. इंजन स्टार्ट हो गया, ऐसा जैसे सारी बस की इंजन है और हम इंजन के भीतर बैठे हैं. വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടായി, അപ്പോൾ ആ ബസ് മുഴുവനും എൻജിനായിട്ട് തോന്നും. അതേപോലെ ബസ് മുഴുവൻ കുലുങ്ങുവാണ്. ആ എൻജിൻ കെ ഭീത്തർ ബൈറ്റേക്ക്, അപ്പോൾ ലേഖകനും സുഹൃത്തുക്കൾക്കും തോന്നി താങ്കൾ എൻജിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നതെന്നാണ്. കാഞ്ച് ബഹുത് കം ബച്ചേതെ, ആ ചില്ലുകളൊക്കെ വളരെ കുറച്ചേ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ജോ ബച്ചേതെ ഉൻസെ ഹമേം ബച്ചനാഥാണ്, ആ അവശേഷിക്കുന്ന ചില്ലുകളിൽ നിന്ന് സ്വയം ഞങ്ങളെ സംരക്ഷിക്കണമായിരുന്നു, രക്ഷപ്പെടണമായിരുന്നു. ഹം ഫൗരൻ കിഡ്ക്കി സെ ദൂർ സരക് ഗേ, ഞങ്ങൾ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഉടനെ തന്നെ ഞങ്ങളെ ജനലിൽ നിന്ന് ദൂരേക്ക് നിരങ്ങിപ്പോയി. ഇഞ്ചൻ ചൽ രഹാഥ, ഇഞ്ചൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹമേ ലഗ് രഹാഥാക്കി ഹമാരി സീറ്റ് കെ നീച്ചെ ഇഞ്ചൻ കെ, ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ സീറ്റിൻ്റെ അടിയിലാണ് എഞ്ചിൻ ഇരിക്കുന്നതെന്നാണ്. ബസ് सचमुच चल पड़ी और हमें लगा कि वह गांधी जी के असहयोग और सविनय अवज्ञा आंदोलनों के वक्त अवश्य जवान रही होगी. ഞങ്ങൾക്ക് തോന്നി, ശരിക്കും ഞങ്ങൾക്ക് തോന്നി ഈ ബസ് ഗാന്ധിജിയുടെ അസഹയോഗ ആന്തോളനത്തിൽ ഉറപ്പായിട്ടും പങ്കെടുത്തിട്ടുണ്ടാവും. അന്ന് ഈ ബസ് യുവതിയായിരുന്നിരിക്കും. ഉസേസ് ട്രെയിനിങ് വിളിച്ചു ഗീതി, ആ ബസ്സിന് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വ്യംഗ്യരൂപേണ പറയുവാണ് ഈ ബസ്, നമ്മൾ പറയില്ലേ ഇത് ഉപ്പിലിട്ട് വെക്കേണ്ട കാലം കഴിഞ്ഞു എന്നൊക്കെ പറയില്ലേ, അതേപോലെ പറയുന്നതാണ്. ഇത് കുറേ പുരാതന കാലത്ത് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം നടത്തിയിരുന്ന കാലത്തുള്ള ബസ്സാണിത്. പക്ഷേ ട്രെയിനിങ് വിളിച്ചു ഗീതി
ഹർ കിസ ദൂസരെ സെ അസഹयोग कर रखा था. എന്തുകൊണ്ടാണ് ഗാന്ധിജിയുടെ അസഹयोग ആന്തോളൻ എന്ന് പറയാൻ കാരണം? ഈ ബസ്സിൻ്റെ ഓരോ പാർട്ടും പരസ്പരം സഹകരിക്കുന്നില്ല, അത് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായില്ല, എല്ലാം സെപ്പറേറ്റ് ആണ്. പൂരി ബസ് അഭിനയ അവജ്ഞ ആന്തോളൻ കെ ദിവസേ ഗുസർ രഹി थी. ഗാന്ധിജിയുടെ നിസ്സഹകരണ ആന്തോളനം പോലെ ആ ഒരു മനോഭാവത്തോടെയാണ് ബസ്സിലെ ഓരോ പാർട്ടും പോയിക്കൊണ്ടിരുന്നത്. സീറ്റ് കാ ബോഡി സെ അസഹयोग चल रहा था. സീറ്റ് ബോഡിയോട് യാതൊരു കോപ്പറേഷനും ഇല്ല. കബി രക്ത സീറ്റ് ബോഡി കോ ചോഡ്കർ ആകെ നികൽ ഗയി ഹേ. ചിലപ്പോഴൊക്കെ തോന്നും ഈ ബസ്സിൻ്റെ ബോഡിയെ വിട്ടിട്ട് സീറ്റ് ദൂരേക്ക് പോവുകയാണെന്ന്. 8-10 मील चलने पर सारे भेदभाव मिट गए. यह समझ में नहीं आता था कि सीट पर हम बैठे हैं या सीट हम पर बैठी है. കുറച്ച് നേരം കഴിഞ്ഞു, ഒരു 8-10 കിലോമീറ്റർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്ക് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി. ഇവരെ സീറ്റിലാണോ ഇരിക്കുന്നത്, അത് സീറ്റ് ഇവരുടെ മേലാണോ ഇരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി. ഏകായേക് ബസ് രുക്കുകയി, പെട്ടെന്ന് തന്നെ ബസ് നിന്നു. മാലൂം ഹുവാ കി പെട്രോൾ കി ടങ്കി മേ ഛേദ് ഹോ ഗയാ ഹെ. മനസ്സിലായി, പെട്രോൾ ടാങ്കിൽ ഓട്ടയാണ്, ഹോളാണ്. ड्राइवर ने बाल्टी में पेट्रोल निकाल कर उसे बगल में रखा और नली डालकर इंजन में भेजने लगा. അപ്പോൾ ഡ്രൈവർ ഒരു ബക്കറ്റിൽ ആ പെട്രോൾ ഊറ്റിയെടുത്തിട്ട് ഒരു പണൽ വെച്ചിട്ട് അതിൽ കൂടെ എഞ്ചിനിലേക്ക് നേരിട്ട് പെട്രോൾ ഒഴിച്ചുകൊണ്ടിരുന്നു. अब मैं उम्मीद कर रखा था कि थोड़ी ही देर के बाद बस कंपनी के हिस्सेदार इंजन को निकाल कर गोद में रख लेंगे और उसे नली से पेट्रोൾ पिलाएंगे, जैसे मां बच्चे के मुख में दूध की शीशी लगाती है. ഞങ്ങൾ പ്രതീക്ഷിച്ചു കുറച്ചു നേരം കഴിയുമ്പോഴത്തേന് ആ ബസ് കമ്പനിയുടെ പാർട്ണർ ഈ എൻജിനെടുത്ത് മടിയിൽ വെച്ചിട്ട് ആ കുനിയിൽ വഴി ആ എൻജിനിലേക്ക് ഓയിൽ ഒടിക്കും. എങ്ങനെയാണ് ഒരു കുട്ടിയെ അമ്മ മടിയിൽ വെച്ച കുട്ടിക്ക് പാൽകുപ്പി ഒഴിച്ചു കൊടുക്കുന്നത്, അതേപോലെ പെട്രോൾ ടാങ്കിലേക്ക് എൻജിൻ മടിയിൽ വെച്ചിട്ട് എൻജിനിലേക്ക് പെട്രോൾ ഒഴിച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചു. ബസ് കി രഫ്താർ അബ് 15-20 मील हो गई थी. ബസ്സിൻ്റെ യാത്ര ഏകദേശം 15-20 കിലോമീറ്ററായി. മുझे उसके किसी हिस्से पर भरोसा नहीं था. ലേഖൻ പറയുവാണ്, എനിക്ക് ആ ബസ്സിൻ്റെ ഒരു പാർട്ടിലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ബ്രേക്ക് ഫെയിൽ ഹോ സക്താ ഹേ. എപ്പോൾ ആണെങ്കിലും വണ്ടിയുടെ ബ്രേക്ക് ഫെയിലിയർ ആവാം. സ്റ്റിയറിംഗ് ടൂട്ട് സക്താ ഹേ. സ്റ്റിയറിംഗ് പൊട്ടിപ്പോകാം, ഒടിഞ്ഞു പോകാം. പ്രകൃതിക്ക് ദൃശ്യ ബഹുത്ത് ലുഭാവനേ ഥേ. ആ പ്രകൃതി ദൃശ്യങ്ങൾ വളരെ ആകർഷകമായിരുന്നു. ദോനോ തരഫ് ഹരെ ഭരെ പേട് ജിൻ പർ പക്ഷി ബൈട്ടേതേ. രണ്ട് ഓരങ്ങളിലും നിറയെ മരങ്ങളും ആ മരത്തേലെല്ലാം പക്ഷികളൊക്കെ ഇരിക്കുന്ന നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു. മേ ഹർ പേട്കോ അപ്പന ദുഷ്മൻ സമച്ച് രഹാത. ഓരോ വൃക്ഷങ്ങൾ കാണുമ്പോഴും ലേഖകന് തോന്നി അത് എൻ്റെ ശത്രുവാണെന്ന്. ജോബി പേടാത്ത ഡർ ലക്താക്കി ഇസെ ബസ് ടക്കറായേക്ക്. ഏതെങ്കിലും ഒരു മരം വരുവാണെങ്കിൽ വിചാരിക്കും, ദൈവമേ അതേ അടുത്ത ശത്രു വന്നു, ഈ ബസ് എങ്ങാനും അതിൽ പോയി ഇടിക്കുമോ. വഹ് നിക്കൽ ചാത്താത്ത ദൂസരെ പേട്ക ഇന്ദസാർ കർത്ത. അപ്പോൾ ഒരു മരം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്ത മരം വരുന്നത് പ്രതീക്ഷിച്ചിരിക്കും. ചീൽ ദിക്തിത്തോ സോച്ചത്താക്കി ഉസ്മേ ബസ് ഗോത്താലേക്ക് ചായേക്ക്. എങ്ങാനും വല്ല ലേക്ക് കാണുകയാണെങ്കിൽ, തടാകങ്ങളും കാണുകയാണെങ്കിൽ, ഈശ്വര ബസ് അതിനകത്തെങ്ങാനും മുങ്ങിപ്പോകുമോ എന്ന് ചിന്തിച്ചു. ഏകായേക് ബസ് രുക്കി. വീണ്ടും പെട്ടെന്ന് തന്നെ വണ്ടി നിന്നു. ഡ്രൈവറിനെ തരയ്ക്ക് തർക്കീബേക്ക് പർവക് ചലീനഹി. ഡ്രൈവർ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ചെയ്തു നോക്കി. തർക്കീബേം കീ എന്ന് വെച്ചാൽ ഒരുപാട് ഉപായങ്ങളൊക്കെ റിപ്പയറിംഗ് ഒക്കെ ചെയ്തു നോക്കി. സവിനയ അവജ്ഞ ആന്തോളൻ ശുരു ഹോ ഗയാ ഥാ. വീണ്ടും ആ സവിനയ അവജ്ഞ ആന്തോളൻ തന്നെ. कंपनी के हिस्सेदार कह रहे थे, बस तो फर्स्ट क्लास है जी, यह तो इत्फाक की बात है. അപ്പോൾ ബസ്സിലെ പാർട്ണർ, ബസ് നല്ല ഒന്നാന്തരമാണ്, നമ്പർ 1 ആണ്, ഫസ്റ്റ് ക്ലാസ് ബസ്സാണ്. പക്ഷെ ഇത് എന്തോ ഇത്ഫാക്ക് കി ബാത്ത് ഹെ. ഇത്ഫാക്ക് കി ബാത്ത് വെച്ചാൽ ദുർഭാഗ്യം കൊണ്ടാണ്, എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചതാണ്. ബസ് നല്ല ഫസ്റ്റ് ക്ലാസ് ആണ്. ക്ഷീണ ചാന്ദിനി में वृक्षों की छाया के नीचे वह बस बड़ी दयनीय लग रही थी. ക്ഷീണ ചാന്ദിനി എന്ന് പറഞ്ഞാൽ ചെറിയ നിലാവട്ടത്ത് ആ വൃക്ഷത്തിൻ്റെ തണലിൽ ഈ വണ്ടി ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ദയനീയ അവസ്ഥ കണ്ട് ഒരു വളരെ ദയനീയമായിട്ട് തോന്നും. ജൈസെ കോയി വൃദ്ധ ധക്ക് കർ ബൈഠ് ഗയി ഹോ. എങ്ങനെയാണ് ഒരു വൃദ്ധ ക്ഷീണിച്ച അവശതയായി ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത്, അതുപോലെയാണ് ഞങ്ങൾക്ക് ഈ വണ്ടി അവിടെ കിടക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്നത് കണ്ടപ്പോൾ തോന്നിയത്. ഹമേ ഗ്ലാനി ഹോ രഹി ധി കി ബേചാരി പർ ലദ്കർ ഹം ചലേ ആ രഹേ ഹേ. ഞങ്ങൾക്ക് ദുഃഖം തോന്നി, പാവം ഈ വണ്ടിയുടെ പുറത്ത് കയറിയാണല്ലോ, പാവം ഈ വൃദ്ധയുടെ പുറത്ത് കയറിയാണല്ലോ ഞങ്ങൾ വന്നതെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ദുഃഖം തോന്നി. अगर इसका प्राणांत हो गया तो इस बियावन में ही इसकी अंत्येष्टि करनी पड़ेगी. എങ്ങാനും ഇവർക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ, ഈ വൃദ്ധയുടെ ജീവിതം അവസാനിക്കുകയാണെങ്കിൽ ഈ വനത്തിൽ തന്നെ ഇവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചു.
खिसेदार साहब ने इंजन खोला और कुछ सुधारा, बस आगे चली. വീണ്ടും ആ ബസ്സിൻ്റെ പാർട്ണർ എഞ്ചിൻ തുറന്ന് എന്തൊക്കെയോ റിപ്പയർ ചെയ്തു. സുധാര റിപ്പയർഡ്. ബസ് ആകെ ചലി. വീണ്ടും ബസ് മുന്നോട്ട് പോയി. ഉസ്കി ചാൽ ഔർ കം ഹോ ഗയി തി. അതിൻ്റെ സ്പീഡ് വീണ്ടും കുറഞ്ഞ് വന്നുകൊണ്ടിരുന്നു. ധീരെ ധീരെ വൃദ്ധാക്കി ആങ്കോങ്കി ജ്യോതി ജാനയിലേക്ക്. പതുക്കെ പതുക്കെ ആ വൃദ്ധയുടെ കണ്ണുകളിലെ ജ്യോതി പോയി. എന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ ഹെഡ്ലൈറ്റിലെ വെട്ടം കുറഞ്ഞു കുറഞ്ഞ് പോയിക്കൊണ്ടേയിരുന്നു. ചാന്ദിനി മേ രാസ്ത ടട്ടോൾക്കർ വക്ക് രേങ്ക് രഹീതി. ആ നിലാവെളിച്ചത്തിൽ വഴി തെരഞ്ഞ് അതിങ്ങനെ പതുക്കെ പതുക്കെ ഇഴഞ്ഞു പോയിക്കൊണ്ടിരുന്നു. आगे या पीछे से कोई गाड़ी आती दिखती तो वह एकदम किनारे खड़ी हो जाती और कहती, निकल जाओ बेटी, अपनी तो वह उम्र ही नहीं रही. മുമ്പിൽ നിന്ന് പറയുന്ന ഏതെങ്കിലും വണ്ടി കാണുവാണെങ്കിൽ അത് വേഗം ഈ വണ്ടി അരികത്തേക്ക് ഒതുക്കിയിട്ടിട്ട് ഇങ്ങനെ പറയും, നിക്കൽ ചാവോ ബേട്ടി, പൊക്കോളൂ ബേട്ടി, അപ്പനി ഹീത്തോ ഉമ്മർ ഹി നഹി രഹ. എനിക്ക് നിങ്ങളുടെ പ്രായമല്ല, നിങ്ങൾ കടന്നു പൊക്കോളൂ എന്ന് പറയുന്നത് പോലെ ഈ ബസ് ഏതെങ്കിലും വണ്ടി മുമ്പിൽ നിന്ന് വന്നാൽ ഓരം ചേർന്ന് മാറ്റി വഴി ഒതുക്കി കൊടുക്കുമായിരുന്നു. പുലിയാക്കെ ഊപ്പർ പഹുഞ്ചേ ഹീതേക്ക് ഏക്ക് ടയർ ഫിസ് കർക്കെ ബൈഠ് ഗയാ. ഒരു പുലിയാക്ക മതലബ് മണൽത്തിട്ട്. ഒരു മണൽത്തിട്ടിൻ്റെ മുകളിൽ കയറി ബസ്സിൻ്റെ ടയറ് പഞ്ചറായി. വഹ് ബഹുത്ത് ജോർ സെ ഹിൽക്കർ ദം ഗയി. ഒരു വളരെ വലിയൊരു ശബ്ദത്തോടു കൂടി ഒരു കുലുക്കത്തോടു കൂടി അവിടെ ഇരുന്നു. അഗർ സ്പീഡ് മേ ഹോത്തി തോ ഉച്ചൽക്കർ നാലേ മേ ഗിർ ജാതി. ബസ് എങ്ങാനും സ്പീഡിലായിരുന്നെങ്കിൽ ആ തോട്ടിലേക്ക് ചാടിയനെ. मैंने उस कंपनी के हिस्सेदार की तरफ पहली बार श्रद्धा भाव से देखा. ഞാൻ ആദ്യമായിട്ട് ആ ബസ്സിൻ്റെ പാർട്ട്ണറുടെ നേരെ ഒന്ന് ആദരവോടും ബഹുമാനത്തോടും വളരെ നോക്കി. वह टायरों की हालत जानते हैं फिर भी जान हथेली पर लेकर इसी बस से सफ़र कर रहे हैं. അദ്ദേഹത്തിന് ഈ ബസ്സിലെ ടയറിൻ്റെ കാര്യം അറിയാം, അവസ്ഥ അറിയാം. എന്നിട്ട് കൂടി തൻ്റെ ജീവൻ കയ്യിൽ വെച്ച് ബസ്സിൽ യാത്ര ചെയ്യാൻ കാണിച്ച ധൈര്യത്തെ ഓർത്ത് അദ്ദേഹത്തെ വളരെ ശ്രദ്ധാപൂർവം ഞാനൊന്ന് നോക്കി. ഉത്സർഗയ്ക്ക് ऐसी ഭാവന ദുർലഭ് ഹേ. ഉത്സർഗം എന്ന് പറഞ്ഞാൽ ത്യാഗമനോഭാവം. ഇത്രയും ത്യാഗമനോഭാവത്തിന് ഉദാഹരണങ്ങൾ വേറെ കിട്ടാനില്ല. सोचा इस आदमी किसी क्रांतिकारी आंदोलन का नेता होना चाहिएगा. सोचा इस आदमी के साहस और बलिदान भावना का सही उपयोग नहीं हो रहा है. ഞാൻ ചിന്തിച്ചു, ഈ മനുഷ്യൻ്റെ ത്യാഗത്തിൻ്റെയും ബലിദാനത്തിൻ്റെയും ശരിയായ ഉപയോഗം നടത്തിയിട്ടില്ല. ഇസേ तो किसी क्रांतिकारी आंदोलन का नेता होना चाहिए. ഇദ്ദേഹം ഏതെങ്കിലും വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്, വിപ്ലവ സമരങ്ങളുടെ നേതാവാക്കേണ്ടതായിരുന്നു. കാരണം അത്രയ്ക്കും ത്യാഗ മനോഭാവവും ബലിദാന ഭാവവും ഉണ്ട് അദ്ദേഹത്തിന്. अगर बस नाले में गिर पड़ती और हम सब मर जाते तो देवता ബാഹ്യം പസരെ ഉസ്കാ ഇന്തസാർ കർത്തെ. എങ്ങാനും ബസ് ആ തോട്ടിൽ വീണ് മുങ്ങി ഞങ്ങളെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ബാഹ്യം പസാരെ ഉസ്കാ ഇന്തസാർ കർത്തെ, തീർച്ചയായിട്ടും മരണദേവത രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. കാരണം എന്താണ്? कहते മഹാൻ ആത്മീ ആ രഹാ ഹേ ജിസ്നെ एक ടയർ के लिए प्राण दे दिए. ഒരു വലിയ മഹാനായ മനുഷ്യൻ വരുന്നുണ്ട്. അദ്ദേഹം ഒരു ടയറിന് വേണ്ടി തൻ്റെ ജീവൻ കൊടുത്ത ആളാണ്. അത്രയ്ക്ക് മഹാനായൊരു മനുഷ്യൻ വരുന്നുണ്ട്. മർഗയ പർ ടയർ നഹി ബദല. മരിച്ചു, ജീവൻ കൊടുത്തു, എന്നിട്ട് അയാൾ ആ ടയർ മാറ്റാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ ഒരു ടയറിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച മഹാനായ ഒരു ആൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മരണദേവത ഉറപ്പായിട്ടും അയാളുടെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. ദൂസരാ കിസ ടയർ ലഗാക്കർ ബസ് ഫിർ ചലി. വീണ്ടും ആ പഞ്ചറായ ടയർ മാറ്റി സ്റ്റെപ്പിനി, അതും ഒരു ഹിസ ടയറാണ്, അതും ഒരു തേഞ്ഞ ടയറാണ്. ആ ടയർ വെച്ച് വീണ്ടും വണ്ടി ഓടാൻ തുടങ്ങി. അബ് ഹംനെ വക്ത് പർ പന്ന പഹുഞ്ചിനേക്ക് ഉമ്മീദ് ചോട് ദീതി. ഇപ്പം ഞങ്ങൾ സമയത്ത് പന്നയിലെത്തുമെന്ന് ഉള്ള ആ പ്രതീക്ഷ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, അവർ ഉപേക്ഷിച്ചിരുന്നു. പന്ന കബീബി പഹുഞ്ചിനേക്ക് ഉമ്മീദ് ചോട് ദീതി. പന്നയിൽ എപ്പോഴെങ്കിലും എത്തിച്ചേരുന്നുള്ള പ്രതീക്ഷ പോലും ഞങ്ങൾ വിട്ടിരുന്നു. പന്നാക്ക കബീബി പഹുഞ്ചിനേക്ക് ഉമ്മീദ് ചോട് ദീതി. അതായത് പന്നയെന്നല്ല, ഒരു സ്ഥലത്തും എപ്പോഴെങ്കിലും എത്തിച്ചേരുമെന്ന യാതൊരു പ്രതീക്ഷയും അവർക്കില്ലായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം, ആ ഹോപ്പെല്ലാം അവർ ഉപേക്ഷിച്ചു. ലക്താദ സിന്ദഗി ഇസി ബസ് മേ ഗുസർനി ഹേ. ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ ജീവിതം ഈ ബസ്സിൽ തീരാൻ പോവുകയാണെന്ന്. ആ ഇസ്സെ സീതെ ഉസ് ലോകക്ക് പ്രയാൺ കർ ജാനാ ഹേ. ഈ ബസ്സിലാണ് ഞങ്ങൾ ആ ലോകത്തേക്കുള്ള യാത്രയാണ് ആരംഭിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ നേരെ ഈ ബസ്സിൽ യാത്ര ചെയ്ത് ആ പരലോകത്തേക്കുള്ള യാത്രയാണ്
എന്ന് തോന്നി. പരലോകത്തേക്ക് പോകാനുള്ള യാത്രയാണ് ഇത് എന്ന് തോന്നി. ഈസ് പൃഥ്വി പർ ഉസ്കി കോയി മൻസിൽ ന കി ഹേ, ഈ ലോകത്ത് അതിന് തുല്യമായ വേറൊരു സ്ഥാനമില്ല. ഹമാരി ബേദാബി തനാബ് ഹത്മുഖ് ഹോ ഗയേ, കാരണം മരണം എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു ദുഃഖമോ ആശങ്കയോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ആ മരണലോകത്തിന് തുല്യമായ ലോകം ഈ ലോകത്ത് ഇല്ല. അപ്പം അവരെന്ത് വിചാരിച്ചു? ഹമാരി ബേദാബി തനാബ് ഖത്മുഖ് ഹോ ഗയേ, ഞങ്ങളുടെ എല്ലാവിധ ബേചൈനി കാ മതലബ് ഹേ, എല്ലാ വിധത്തിലുള്ള വ്യാകുലതകളും ടെൻഷനും, തനാവ് ടെൻഷൻ അതെല്ലാം അവസാനിച്ചു. ഹംബെടെ ഇത്മീനാൻ സെ കറക്കി തരവാക്കിയ, ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി വിശ്വാസത്തോടു കൂടി നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കംഫർട്ടബിളായിട്ട് ആ ബസ്സിലിരുന്നു. ചിന്ത ജാതി രഹി, അങ്ങനെ എല്ലാ ചിന്തകളും പോയി. കാരണം ഇനിയിപ്പോൾ എന്ത് ചിന്തിക്കാനാണ്, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന രൂപത്തിൽ. ഹസി മസാഖ് ചാലു ഹോ ഗയ, ഞങ്ങൾ ഇനി ഇതിങ്ങനെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല, ബസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല, എല്ലാം അവസാനിക്കാൻ പോവാണ്. എന്നാൽ പിന്നെ ആഹ്ലാദിച്ച് അങ്ങോട്ട് പോവാം എന്ന് വിചാരിച്ച് അവരെല്ലാവരും കൂടി ബസ്സിലിരുന്ന് ചിരിയും കളിയുമായിട്ട് യാത്ര തുടർന്ന് പോയിക്കൊണ്ടേ ഇരുന്നു.